ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിജുമിദാസ് കാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഇടാത്തത്. കുറേ ആയി എന്ന് പറഞ്ഞാൽ 1 വർഷത്തോളം തന്നെ ആയെന്ന് തോന്നുന്നല്ലേ. അപ്പം നമുക്ക് ഇന്നൊരു എംബ്രോയ്ഡറി വീഡിയോ കാണാം. അതായത് സിമ്പിൾ, എല്ലായിടത്തും ഫാഷൻ മേക്കർ മെഷീന്, ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ അതിലാരും ഒന്നും ചെയ്യാണ്ട് വെക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ അതിൽ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. അറിയുന്നവർക്ക് അറിയായിരിക്കും, എന്നാലും ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക. ടോപ്പിലേക്ക് തന്നെ വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു പേപ്പറിൽ വരച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ പേപ്പർ ക്യാൻവാസ്, അത് തെളുപ്പിൻ്റെ ആയിരിക്കണം, നല്ല കട്ടി കുറഞ്ഞത്, അല്ലാണ്ട് കട്ടിയുള്ളത് വെക്കരുത്. എന്നിട്ട് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഏത് സ്റ്റിച്ചാണ് ആവശ്യമുള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിതിൽ 18-ാം നമ്പർ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 18-ാം നമ്പർ സ്റ്റിച്ച് ഇവിടെ സെലക്ട് ചെയ്യുക. അത് ഓരോരുത്തരുടെ മെഷീനിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇവിടെ എസ്സും എഫും ഇതാണ് കാണുന്നത്. എഫിലാണ് ആ മുകളിലുള്ള സ്റ്റിച്ചൊക്കെ കിട്ടുക, അതായത് 1-ൽ, താഴെയുള്ളത് SS-ൽ. അപ്പോൾ നമുക്ക് ആദ്യത്തേലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ടെൻഷനും മറ്റേ സ്റ്റിച്ചിൻ്റെ വിടുത്തും വീതി അത് 5 വരെ ഉണ്ട്. അത് നമുക്ക് 5-ൽ ഇത്രയായി. ഇപ്പോൾ ഞാൻ 5-ആണ് കൊടുത്തിട്ടുള്ളത്, ഇത്ര വീതി കിട്ടും. അതുപോലെ ചെയ്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിയിൽ കട്ടിയിൽ വരച്ചു കൊടുത്തതിനാൽ മേലെ കാണാം, അതിൻ്റെ നമുക്ക് ലൈന് നേരിയതായിട്ട് കാണാം. അത് കാണുന്നില്ലെങ്കിൽ മേലെ തന്നെ വരച്ചു കൊടുക്കാം. ഞാൻ പിന്നെ വൈറ്റിൽ വൃത്തികേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അടിയിൽ വരച്ചു കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് അടിക്കാവുന്നേ ഉള്ളൂ. ഇടയിൽ നൂല് പൊട്ടും, അപ്പോൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ കാണും. അത് നമ്മൾ അവിടെ തന്നെ സ്റ്റിച്ചിൻ്റെ ഈ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ഏത് സൈഡിലേക്കാണ് പിന്നെ സ്റ്റിച്ചിൻ്റെ നൂല് പൊട്ടി ആ സൈഡിൽ തന്നെ സൂചി ആദ്യം കറക്കി കറക്കി വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങുക. അപ്പോൾ പിന്നെ അതേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് അവസാനം നമുക്ക് വേണ്ട സ്ഥലത്ത് ഞാനൊരു കോണ് പോലെ താഴെ ത്രികോണം മൂലയിലായിട്ടാണ് ഇത് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും അടിച്ച് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടൊരു സ്റ്റിച്ച് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് ഇനി ഒന്നുകൂടി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ തിക്നെസ് വരും. അപ്പോൾ എംബ്രോയ്ഡറി കുറച്ചും കൂടി കാണും. അപ്പോൾ അതുപോലെ തന്നെ കൈക്കും കൊടുക്കാം. എന്നിട്ട് കൈക്കും സെയിം ഞാൻ പറഞ്ഞ പോലെ ഇടയിൽ പിന്നെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് കൊടുക്കാം. അതിന് ഞാൻ ഡബിൾ നീഡിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ വേണ്ട സ്റ്റിച്ച്. അപ്പോൾ ഞാൻ ഇതിൽ 9-ാമത്തെ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. സിമ്പിൾ സ്റ്റിച്ചാണ്. അപ്പോൾ അതിങ്ങനെ ഒരു SS പോലെ, അതിൻ്റെ നീളം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ 2.5 കൊടുത്തിട്ടുണ്ട്. സാധാരണ അടുത്തടുത്ത് വേണമെങ്കിൽ അതിനെ കുറക്കാം, ഇനിയും നീളം വേണമെങ്കിൽ പിന്നെയും നീട്ടാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നീണ്ടു കിട്ടും. എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള അതും വെക്കാം. പക്ഷേ ഇത് തന്നെയാണ് ലാസ്റ്റ്. 5-ൽ ഇത്രയും വീതിയേ കിട്ടുള്ളൂ. പിന്നെ ഇതിലും കൂടുതൽ വീതി കിട്ടില്ല. പിന്നെ കുറക്കാം, നമുക്ക് അതിനനുസരിച്ചിട്ട് കുറഞ്ഞ് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മെഷീനുള്ളവർ പിന്നെ വെറുതെ വെക്കാണ്ട്, വീട്ടിൽ വെറുതെ വെക്കാണ്ട് നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടുത്താം. ഇത് പലാസോ പാൻറ്റ്, പെൻസിൽ പാൻറ്റ്, അതുപോലെ പാൻറ്റിൻ്റെ താഴെ കൈൻ്റെ കൊടികൾക്ക് ഒക്കെ ഇതുപോലെ നമുക്ക് ഒരുപാട് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയും ഡിസൈൻ ഉണ്ടോ അതിനനുസരിച്ചിട്ട് മെഷീന് വ്യത്യാസമായിരിക്കും, അത്രയേ ഉള്ളൂ.